കഴിഞ്ഞ ദിവസം പുലി കടിച്ചുകൊണ്ടുപോയ 4 വയസ്സുകാരൻ രാഹുലിന്റെ ഉന്നതിയിലാണ് നമ്മളുള്ളത്. വീരാൻകുടി ഉന്നതിയിൽ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം എത്രമാത്രം ദുരിതത്തിലാണ് ഇവിടെ ആളുകൾ കഴിയുന്നതെന്ന്. ഒരു മഴയൊന്ന് കനത്തു പെയ്താൽ വെള്ളം അകത്തേക്കെത്തും. അതോടൊപ്പം തന്നെ ഒരു സുരക്ഷിതത്വം ഇല്ലാതെ ഈ ഷീറ്റ് മറച്ചു കെട്ടിയ ഷെഡിലാണ് ഇവരുടെ എല്ലാവരുടെയും താമസം. കഴിഞ്ഞ 2018 മുതൽ ഉള്ള ആവശ്യമാണ് വീരാൻകുടിക്കാരുടെയും അതോടൊപ്പം തന്നെ അരേക്കാപ്പുകാരുടെയും ആവശ്യമാണ് ഇവരെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത്. പക്ഷേ അതിൽ ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. 2018 ഈ പ്രളയത്തിൽ ഈ വീരാൻകുടിയുടെ നേരത്തെ ഇവർ താമസിച്ചിരുന്ന കുറച്ചുകൂടി ഉൾക്കാട്ടിലേക്കാണ്. അവിടുത്തെ ഇവരുടെ ഊരിന്റെ ഇരുവശവും ഉരുളെടുത്തു പോയതാണ്. അതോടുകൂടി തന്നെ അന്ന് മാറ്റിപ്പാർപ്പിക്കണമെന്ന് ആവശ്യമുയർന്നു. ഇപ്പോൾ സ്ഥലം കണ്ടെത്തിയെങ്കിൽ പോലും ആ സ്ഥലം ഇതുവരെയും ഇവർക്ക് ലഭ്യമായിട്ടില്ല. അതിന് പ്രധാന കാരണം വനംവകുപ്പ് തീർത്ത വെല്ലുവിളിയാണ്. വനംവകുപ്പ് അവസാന നിമിഷം ഈ സ്ഥലം കൊടുക്കാതിരിക്കുന്നതിന് വേണ്ടി ഒരു ഇടപെടലുമായി രംഗത്തെത്തുകയായിരുന്നു. ഇതോടുകൂടി ഇവരുടെ പുനരധിവാസം എന്നത് അപ്പാടെ നിലച്ച അവസ്ഥയിലാണ്. ഈ പുലി വീണ്ടും ഇന്നലെ, അതായത് കഴിഞ്ഞ ദിവസമാണ് ഈ രാഹുലിനെ ആക്രമിച്ചത്. അതിനുശേഷം പുലി ഇന്നലെ വീണ്ടും ഇവിടെ എത്തിയതോടുകൂടി വലിയ ആശങ്കയിലാണ് ഈ ഉന്നതിയിലുള്ളവർ. വലിയ പേടിയിലാണല്ലേ ചേച്ചി? ഭയങ്കര പേടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഏത് സമയം വരുമെന്നും അറിയില്ലല്ലോ. പുലി വരണത് അത് ആനയെ പോലെ സൗണ്ടൊന്നും കേൾക്കില്ല. അത് കാരണം കൊണ്ട് ഭയങ്കര പേടിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. എങ്ങനെയെന്നുള്ള സർക്കാർ സഹായം ചെയ്യണം. നിങ്ങൾക്ക് സ്ഥലം എവിടെ നിന്നും കണ്ടെത്തി ഞങ്ങൾ കണ്ടെടുത്ത സ്ഥലം നിങ്ങൾക്ക് തരണം. ഇതായിരുന്നപ്പോൾ ഉള്ളുവയപ്പോൾ കൊണ്ടുപോകുന്നത് അറിയാൻ പറ്റാതെ ഞങ്ങൾ ഇരുന്ന് എങ്ങനെ ജീവിക്കും ഞങ്ങൾ പോകുമെന്ന് ഓർത്തിട്ട് അവിടെ ഇരുന്ന് തായിരുന്നു. അവിടെ നിന്ന് കയറി വന്നപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ മൃഗത്തിൻ്റെ ശല്യം. ആന വരുന്നുണ്ടോ, പുലി വരുന്നുണ്ടോ? അത് ഇന്നലെ മിനിയാന്ന് തന്നെ കൊച്ചിനെ കൊണ്ടുപോയി പുലി കുറച്ചും കൂടെ താഴത്തെ കൊണ്ടുപോയി ഞാൻ കൊച്ചിനെ കിട്ടാനില്ലായിരുന്നു. എത്തിപ്പേട്ടൻ തങ്കമ്മ ചേച്ചി നമ്മളെ പഞ്ചായത്ത് മെമ്പർ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലായിടത്തും സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് രൂപയിലും എല്ലായിടത്തും സഹായം കൊണ്ടാണ് ഞങ്ങൾ ഇത്രയും മുന്നോട്ട് ഇങ്ങോട്ട് കയറി വന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വാർഡ് മെമ്പർ കൂടി ചേരുകയാണ്. മെമ്പറെ, ഈ സ്ഥലമൊക്കെ കണ്ടെത്തി, പക്ഷേ ഇതുവരെ ഇതിനകത്ത് ഒരു തീരുമാനമായിട്ടില്ല. അപ്പോൾ നമ്മുടെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 9 വാർഡിൽ 2018 മുതൽ ഒരുപാട് പ്രശ്നം. അപ്പോൾ ഇത് നമുക്ക് മാരാങ്കോളിൽ സ്ഥലം കണ്ടെത്തി. ജില്ലാ കളക്ടർ അടക്കം ഇടപെട്ടു. ജില്ലാ കളക്ടർ ഇടപെട്ടാലും പോർഷൻ ശരി തടസ്സമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇനിയും സ്ഥലം കിട്ടിയില്ലെന്ന് പറഞ്ഞ ഇവിടുത്തെ ആൾക്കാരും വരുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം എത്രയും പെട്ടെന്ന് കിട്ടുന്നതാണ് ഇവിടുത്തെ കോളനിക്കാർ ആവശ്യപ്പെട്ടത്. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ നിങ്ങൾ സാലക്കുടി DUP ഓഫീസിലേക്ക് സമരത്തിലേക്ക് വാർഡ് മെമ്പറടക്കം മെമ്പറടുത്ത് ഇവിടുത്തെ ജനങ്ങളെല്ലാവരും പറഞ്ഞു ഞങ്ങൾ മെമ്പർ സമരത്തിലേക്ക് പോകുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമരത്തിലേക്ക് പോകാൻ തയ്യാറാകണം. എന്തായാലും ഇത് തന്നെയാണ്. അതായത് നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. അതാ കേരളത്തിൽ ഇങ്ങനെ ഒരു കുടിലിൽ ആരെങ്കിലുമൊക്കെ താമസിക്കുന്നുണ്ടോ എന്ന് നമുക്ക് ചോദിച്ചാൽ അത് അപൂർവമെന്നേ പറയാൻ കഴിയുകയുള്ളൂ. കാരണം അത്രമാത്രം ദയനീയ അവസ്ഥയാണ് ഇവരെ സംബന്ധിച്ചുള്ളത്. ഇങ്ങനെ ഒരു കുടിലിൽ കിടന്നുറങ്ങുന്നതിനിടയിലാണ് ഈ 4 വയസ്സുകാരനെ പുലി പിടിച്ചുകൊണ്ടുപോയത്. എന്തായാലും ആ കുട്ടിയുടെ ജീവൻ രക്ഷിക്കാനായി എന്നത് ആശ്വാസമാണ്. പക്ഷേ എന്തായാലും ഇവരുടെ പുനരധിവാസം അത് അനിവാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ അധികൃതർക്ക് ആ വേദന മനസ്സിലായില്ലെന്ന് വരാം. കാരണം അടച്ചുറപ്പുള്ള വീട്ടിൽ നിങ്ങളെല്ലാവരും കഴിയുകയാണ്. പക്ഷേ അപ്പോഴും അടച്ചുറപ്പില്ലാത്ത വീട്ടിൽ ജീവൻ പണയം വെച്ച് മണ്ണിനോടും മൃഗങ്ങളോടുമൊക്കെ മല്ലയുദ്ധമാടേണ്ട അവസ്ഥയിലാണ് ഈ മനുഷ്യരുള്ളത്. ക്യാമറാമാൻ ബിനേഷ് ബാബുരാജിനൊപ്പം സൂരജ് ജി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.